അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് നമ്മളിലേക്ക് ഇന്ന് കയറി വരുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഇസ്ലാമിക അറിവ് എന്താണെന്ന് വെച്ചാൽ, ഖുർആനിലെ ചെറിയ ഒരു ആയത്തുണ്ട്. ഈ ഒരു ആയത്തിന് വെറും 11 വട്ടം ഇന്നത്തെ രാവിലെ നിങ്ങൾ ഓതിക്കൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ ആ ദുആ അല്ലാഹു തആല ഒരിക്കലും നിങ്ങളിൽ നിന്നും തട്ടിക്കളയുകയില്ല എന്നതാണ്. അത്രക്കും മഹത്വമേറിയിട്ടുള്ള ഒരു രാവും അതുപോലെ ഒരു ആയത്ത് കൂടെയാണ് ഇന്ന് നിങ്ങൾ ഓതേണ്ടത്. ഇന്നത്തെ ഈ ഒരു രാവെന്ന് പറയുന്നത് റജബിൽ അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള റജബിലെ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച രാവെന്ന് പറയുമ്പോൾ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ അതിൻ്റെ മഹത്വങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും കുറച്ച് മഹത്വങ്ങൾ ഇവിടെ പറയാം. നമ്മുടെ അമലുകളെല്ലാം ഉയർത്തപ്പെടുന്നതും അതുപോലെ സ്വർഗത്തിൻ്റെ വാതിലുകൾ നമ്മൾക്കിലേക്ക് തുറക്കപ്പെടുന്നതും നമ്മുടെ ദുആ സ്വീകരിക്കുന്നതും ആയിട്ടുള്ള ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു രാവാണ് വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത്. ഈ ഒരു വെള്ളിയാഴ്ച രാവിൽ നമ്മൾ എന്ത് കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആവശ്യം അല്ലാഹു തആല നമുക്ക് ഹാസിലാക്കി തരുന്നതാണ്. നമുക്കൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ടാകും. ആ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രമിക്കുകയും ചെയ്യുന്നത്. അത് എത്ര കഠോരമായിട്ടുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു രാവിലെ നിങ്ങൾ ഈ ഒരു ആയത്ത് കൊണ്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു രാവ് കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം അല്ലാഹു തആല കബൂലാക്കി തരുന്നതായിരിക്കും. ഏതാണ് ചെറിയ ആയത്ത്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഖുർആനിൻ്റെ തജ്വീദോട് കൂടി നിങ്ങൾ ഈ ഒരു ആയത്തിന് വെറും 11 വട്ടം ഓതിക്കൊണ്ട് റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു തആല നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് എന്താണോ അത് ഹാസിലാക്കി തരുന്നതായിരിക്കും. ഒരുപാട് നിങ്ങൾ ദുആ ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഇന്നത്തെ രാവെന്ന് പറയുന്നതും അതുപോലെ വെള്ളിയാഴ്ച പകലിൽ ജുമുഅയുടെ സമയവും അസറിൻ്റെയും മഗ്‌രിബിനും ഇടയ്ക്കുള്ള സമയവും അല്ലാഹു തആല ദുആ കബൂലാക്കപ്പെടുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് മാക്സിമം ആ ഒരു സമയങ്ങൾ നോക്കി നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ദുആ എല്ലാവരുടെയും ഹാസിലാക്കി തരികയും പൂർത്തീകരിച്ച് തരികയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.